തൃശൂർ മറ്റത്തൂരിലെ കൂറുമാറ്റത്തിൽ അന്ത്യശാസനവുമായി തൃശൂർ DCC പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 8 അംഗങ്ങളും രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്ന് ജോസഫ് ടാജറ്റ് മുന്നറിയിപ്പ് നൽകി. രാജിവെച്ച് പരസ്യമായി തെറ്റ് ഏറ്റുപറഞ്ഞാൽ മാത്രമേ അയോഗ്യരാക്കാനുള്ള നടപടിയിൽ നിന്ന് പിന്നോട്ടു പോകൂ എന്നും ടാജറ്റ് പറയുന്നു. എന്ത് വികാരം പറഞ്ഞാലും കൂട്ടുകൂടാൻ പാടില്ലാത്തവരുടെ സഹായം ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ല. നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനാധിപത്യവും മതേതരത്വം പുലരണമെന്നാണ്. ആ ഒരു സംവിധാനത്തിനെതിരെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുമായി നമുക്ക് ചേരാൻ സാധിക്കില്ല. അങ്ങനെ ചേരുന്ന എന്ത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും നമുക്കതിൽ പറയാനുള്ളത് ഇത്ര മാത്രമുള്ളൂ. അവർ തെറ്റ് തിരുത്തണം, ഏറ്റുപറയണം, സ്ഥാനം രാജിവെക്കണം. തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ വടിയെടുത്തതാണ് നേതൃത്വം. ഇന്നിപ്പോൾ അന്ത്യശാസനം കൂടി വരുന്നു. കാര്യങ്ങൾ ഏത് നിലയ്ക്ക് പോകും? ഈ അംഗങ്ങൾ ഈ പറഞ്ഞതുപോലെ മാപ്പ് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റുപറഞ്ഞ് തിരിച്ചു വരാനുള്ള സാധ്യതകൾ അതേത് നിലയ്ക്കാണ്? എന്താണ് തൃശൂരിൽ സംഭവിക്കുന്നത് ലെവിൻ? സംഗീത, കോൺഗ്രസ് സ്വീകരിച്ച നടപടിയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് DCC പ്രസിഡന്റിൻ്റെതായിട്ടുള്ള പ്രതികരണം. അന്ത്യശാസനം എന്നുള്ള നിലയിലാണ് ഇന്ന് മറ്റത്തൂരിൽ കോൺഗ്രസ് BJP ബന്ധമുണ്ടാക്കിയ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾക്കും അതിന് നേതൃത്വം നൽകിയ ആളുകൾക്കും ഉള്ള മറുപടി എന്നുള്ള നിലയിൽ സംസാരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പാനലിൽ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത് പിന്നീട് BJP സഖ്യമുണ്ടാക്കിയ പഞ്ചായത്ത് അംഗങ്ങൾ രാജിവെക്കണം, രാജിവെക്കാതെ നിർവാഹമില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ രാജിവെച്ച് പരസ്യമായി ജനങ്ങളോട്, മറ്റത്തൂർ നിവാസികളോടും കോൺഗ്രസ് പ്രവർത്തകരോടും തെറ്റ് ഏറ്റുപറയണം. അല്ലാത്ത പക്ഷം ഈ അയോഗ്യരാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് വേഗത്തിൽ കടക്കുമെന്നാണ് ടാജറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യവും. ഇനി സാങ്കേതികമായി നടപടി അയോഗ്യരാക്കാൻ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള കാര്യം. അത് പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചും പാർട്ടി അംഗത്വത്തിൽ നിന്ന് മത്സരിച്ച് പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചതിന് ശേഷം രാജിവെച്ചുമാണ് ഇത്തരത്തിലുള്ള കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ പരാതി നൽകി അറിയിച്ച് ഈ ആളുകളെ അയോഗ്യരാക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള തുടക്കം കുറിക്കുകയും എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെയാണ് ഈ ആളുകൾക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. DCC ജനറൽ സെക്രട്ടറി TN ചന്ദ്രൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള നടപടി പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ പരസ്യമായി പൊതുമാപ്പ് പറയുക എന്നുള്ളൊരു നിർദ്ദേശമാണ് DCC മുന്നോട്ട് വയ്ക്കുന്നത്. അവർ മുൻപേ ആവശ്യപ്പെട്ടത് പാർട്ടി നടപടി പിൻവലിക്കണമെന്നുള്ളതാണ്. പാർട്ടി നടപടി പിൻവലിക്കണമെങ്കിൽ ഈ കാര്യം ചെയ്യാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്നുള്ള നിലയിൽ അന്ത്യശാസനമാണ് ജോസഫ് ടാജറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംഗീത, ശരി ലെവിൻ, ഈ അന്ത്യശാസനത്തിൽ 8 അംഗങ്ങൾ ഏത് വിധേന തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് വൈകുന്നേരത്തോടു കൂടി വ്യക്തമാവുകയും ചെയ്യും. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.